ഞാനിപ്പോൾ ഡിസ്പീസിൻ്റെ അകത്ത് ഒരു ഫോൾഡർ HTML എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയേക്കാണ്. ഇനി ഇതിൻ്റെ അകത്ത് CMD എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കമൻറ്റിൻ്റെ ഇത് വരും. അതിൻ്റെ അകത്ത് കോഡ് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് വന്നത്. ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലാണ്. അതിൻ്റെ അകത്ത് ഫയലിൻ്റെ അകത്ത് പോവാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് index.html ടൈപ്പ് ചെയ്തിട്ട് ഇടുന്നതല്ലാക്കാം. എന്നിട്ട് ഞാൻ നമുക്കൊരു ഷോർട്ട് കട്ട് കാണിച്ചു തരാം. മാജിക് ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ടൈപ്പ് ചെയ്യേണ്ട സാധനം. പിന്നെ ഇതിൻ്റെ അകത്ത് HTML എന്നിട്ട് കൊടുക്കാൻ പെട്ടെന്ന് ഡാറ്റ അധികം നടക്കാം. നമ്മുടെ ചാനലിൻ്റെ പേര് ഇത് ബോഡിയുടെ അകത്ത് പോയിട്ട് H1 ടാഗ് ഇടണം. H1 ടാഗ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് വെൽക്കം ടു മൈ പേജ് എന്ന് ഇടാം. ഇനിയിപ്പോൾ എന്നിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്ര നമ്മൾ ടൈപ്പ് ചെയ്തതിൻ്റെ ഗുണം എന്നിട്ടാണ് കാണിച്ചു തരണ്ടേ. ഇതിപ്പോൾ ഞാൻ ലൈവ് സേവർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇപ്പം എൻ്റെ അപ്പുറത്തെ സ്ക്രീനിലാണ്. ഇത്രയാണ് ഇപ്പോൾ ടോട്ടലായിട്ട് വന്നേക്കുന്ന സാധനങ്ങൾ. ഇനി ഞാൻ നിങ്ങൾക്കൊരു പാരഗ്രാഫ് ഇട്ട് കാണിച്ചു തരാം. This is my first page. This is my first page. ഇനി ഞാൻ വെറുതെ H1-ൻ്റെ കുറേ എക്സാമ്പിൾസ് കാണിച്ചു തരാം. H1-ൻ്റെ തന്നെ 6 വേരിയൻസ് ഉണ്ട്. ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതന്നെ കുറേ പ്രാവശ്യം കോപ്പി ചെയ്തതാണ്. ചെയ്യാൻ വെറുതെ ഇല്ലേ. 2 4 H6 വരെയാണ്. 4 വരെ കാണിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇത് കാണിച്ച സൈറ്റ് ഇതുണ്ട് പല സൈസിലായില്ലേ. ഇനി നമുക്ക് ഇറ്റാലിക്സ് ഒക്കെ ആക്കണ്ടേ, അത് ഞാൻ കാണിച്ചു തരാം. ബോൾഡ് ആക്കാൻ ജസ്റ്റ് ഇങ്ങനെ സ്ട്രോങ് ഇട്ടാൽ മതി. സ്ട്രോങ് എന്ന് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് പേജ് ഒന്ന് ടൈപ്പ് ചെയ്യും. ഇവിടെ ഒരു പേജ് ബോൾഡായിട്ട് എഴുതാനുണ്ട്. അതിൻ്റെ അകത്തത്തെ പേജ് ബോൾഡായില്ലേ. ഇനി നമുക്ക് ഇറ്റാലിക്സ് ആക്കി കാണിച്ചു തരാം. പേജ് ഒന്ന് തന്നെ ടൈപ്പ് ചെയ്യും. ഓട്ടോ സേവ് ആട്ടോ എന്താണ് Ctrl+S ഇല്ലേ. ദിസ് ഈസ് ഓൺലി ഫോർ ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ബൈ.